സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ ഉടനീളം പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാന്റെ പവേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്പൈഡർമാന്റെ ഓർഗാനിക് വെബ്സ്. അതെ, MCUവിൽ സ്പൈഡർമാന് ഇനി ടെക്നോളജിയെയോ വെബ് ഷൂട്ടേഴ്സിനെയോ ആശ്രയിക്കേണ്ടി വരില്ല. ടോബി മഗ്വയറിന്റെ സ്പൈഡർമാനെ പോലെ തന്നെ ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനും ഇനി മുതൽ ബോഡിയിൽ നിന്ന് വെബ്സ് പുറപ്പെടുവിക്കാൻ പോവുകയാണ്. സ്പൈഡർമാൻ നോ വേ ഹോമിൽ 3 പീറ്റർ പാർക്കറും അവരുടെ വെബ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. That came out of you. Yeah. You can't do that, huh? No. ആ സമയത്ത് ഒരു ഹ്യൂമർ രീതിയിലാണ് മാർവൽ സ്റ്റുഡിയോസ് ഈ സീനൊക്കെ സ്പൈഡർമാൻ നോ വേ ഹോമിൽ കാണിച്ചത്. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ടോബി മഗ്വയറിന്റെ സ്പൈഡർമാന്റെ ഓർഗാനിക് വെബ് എന്ന കോൺസെപ്റ്റ് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനിലും മാർവൽ സ്റ്റുഡിയോസ് അപ്ലൈ ചെയ്യുകയാണ്. പീറ്റർ പാർക്കറിന്റെ DNA മ്യൂട്ടേഷൻ ഒക്കെ ഒരുപക്ഷെ സ്പൈഡർമാൻ ദി അതർ എന്ന കോമിക്കിനെ ഇൻസ്പയർ ചെയ്തിട്ടാകാം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ കാണിക്കാൻ പോകുന്നത്. സ്പൈഡർമാൻ ദി അതർ എന്ന കോമിക്കില് നിയർ ഡെത്ത് എക്സ്പീരിയൻസിലേക്ക് പോകുന്ന പീറ്റർ പാർക്കർ വെബ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൊക്കൂണിൽ നിന്നുമാണ് റീബോൺ ചെയ്യുന്നത്. കണ്ടാൽ പേടിപ്പെടുത്തുന്ന ഭീകരമായ ഒരു രൂപമാണ് റീബോൺ ചെയ്ത പീറ്റർ പാർക്കറിൽ നമ്മൾ കാണുന്നത്. ആ വെബുകൾ കൊണ്ട് നിർമ്മിച്ച കൊക്കൂണിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന പീറ്റർ പാർക്കർ വളരെ ശക്തനായിട്ട് മാറുകയും അവന്റെ പവേഴ്സ് ഒക്കെ എൻഹാൻസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാകാം ട്രെയിലറിൽ കാണിക്കുന്നത്. മാർവൽ സ്റ്റുഡിയോസിന്റെ കാര്യമല്ലേ, പറയാൻ പറ്റില്ല.